നമസ്കാരം. മേയർ വിവാദം കെട്ടടങ്ങുന്നില്ല. അത് മറ്റ് തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ പോലീസിൻ്റെ വ്യത്യസ്തമായ അന്വേഷണമാണ് നടക്കുന്നത്. നേരായ അന്വേഷണമല്ല, വ്യത്യസ്തമായ അന്വേഷണം. ഡ്രൈവർ യദു ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന പരാതിയിൽ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ച് പോലീസ് അന്വേഷണം നടത്തി. സംഭവം നടന്ന അതേ രാത്രി സമയത്ത് തന്നെയായിരുന്നു പോലീസിൻ്റെ പരിശോധനയും. തിരുവനന്തപുരം നഗരത്തിൽ നടന്ന പരിശോധനയിൽ പട്ടം, പ്ലാമൂട് മുതൽ PMG വരെയാണ് ബസ്സും കാറും ഓടിച്ച് പരിശോധിച്ചത്. ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിൻ്റെ പിൻസീറ്റിലിരിക്കുന്ന ആൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസിൻ്റെ നിഗമനം. അതൊരു പുതിയ കണ്ടെത്തലാണ്. മേയറുടെ പരാതി ശരിവയ്ക്കുന്ന തെളിവുകൾ ലഭിച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇങ്ങനെയല്ലേ പോലീസ് പോവുകയുള്ളൂ. മേയറെയാണല്ലോ സംരക്ഷിക്കേണ്ടത്. കാരണം ഭരിക്കുന്ന ആൾക്കാർ തന്നെയാണല്ലോ തിരുവനന്തപുരത്തെ മേയറും. മേയറുടെ തിരുവനന്തപുരത്തെ ഭരണത്തിന് തന്നെ പിൻസീറ്റ് ഡ്രൈവിംഗ് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ മേയർ അങ്ങനെ ഒരു കെണിയിൽ ചെന്ന് ചാടുമ്പോൾ രക്ഷപ്പെടുത്തുക ഈ പിൻസീറ്റിലിരിക്കുന്നവർ ഒക്കെ തന്നെയാണ്. ഡ്രൈവർ യദു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതി അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാത്രിയിലെ പോലീസ് നടപടി. ആദ്യം കന്റോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് ഇപ്പോൾ മ്യൂസിയം പോലീസാണ് അന്വേഷിക്കുന്നത്. യദുവിനെതിരെ നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. രഹസ്യമൊഴി നൽകാനായി മ്യൂസിയം പോലീസ് മേയർക്ക് നോട്ടീസ് വരെ നൽകിയിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ യദുവിനെ പിടിച്ചകത്തിടുക എന്ന് മാത്രമാണ്. അതോടുകൂടി പ്രശ്നം ഇവിടെ തീർക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. കാരണം മറ്റു തരത്തിൽ അന്വേഷണം പോയി കഴിഞ്ഞാൽ അത് മേയർ സ്ഥാനം തന്നെ ആര്യയ്ക്ക് തെറിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് യദുവിനെ കെണിയിൽ വീഴ്ത്തുക, അതിനുള്ള നീക്കമാണ് ഇപ്പോൾ ഭരണപക്ഷവും പോലീസും, ഭരണപക്ഷത്തെ അനുസരിച്ച് നിൽക്കുന്ന പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.